നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ 4ാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇറാന്റെ വാക്കൌട്ടിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡില് തുടർച്ചയായ 18 മണിക്കൂറുകൾ നടന്ന US ഇറാൻ ചർച്ചകൾ അവസാനിപ്പിച്ചതിനു ശേഷം യുഎസിന്റെയോ ഇറാന്റെയോ ഭാഗത്ത് നിന്നും കാര്യമായിട്ടുള്ള പ്രതികരണം വന്നില്ലെങ്കിൽ കൂടിയിട്ടും പ്രധാന മധ്യസ്ഥരായിരുന്ന ഖത്തറും പാകിസ്ഥാനും ഇറാനും അമേരിക്കയും 60 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിൽ എത്തുവാനായിട്ടുള്ള റോഡ് മാപ്പിന് സമ്മതിച്ചായതായിട്ടുള്ള സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങൾ കൂടി ഇറക്കുകയും ചെയ്തു. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത യുഎസിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് യുദ്ധം നിർത്തുവാനായിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ തയ്യാറാക്കി എന്നുള്ള പ്രസ്താവനയാണ് ഈ ചർച്ചകൾക്ക് ശേഷം നടത്തുകയും ചെയ്തത്. എന്നിരുന്നാൽ കൂടിയിട്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ഇറാന് നേരെ പുതിയ ഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇറാന്റെ ആണവായുധങ്ങൾ പരിശോധിക്കുവാൻ സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നുള്ള പ്രകോപനവും ട്രംപ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മിശ്രമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും ഒരു കാര്യങ്ങൾക്കും ഇതുവരെ വ്യക്തത യുഎസോ അല്ല ഇറാനോ വരുത്തിയിട്ടുമില്ല. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,150, 24,200 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തുടർന്ന് 24,300 എന്ന ലെവൽ മറികടന്നുകൊണ്ട് സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൂടി തന്നെയാണ്. എന്നാൽ 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാൻ സാധ്യതകളും ഏറെയാണ്. എന്നാൽ അതേസമയം 24,200 എന്ന ലെവൽ നിഫ്റ്റിക്ക് അപ്പർ സൈഡിൽ നിലനിർത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കൺസോൾട്ടേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ നിലകൊള്ളുവാൻ ഇന്നലത്തെ പോലെ സാധിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ ബേസിസിൽ 0.5% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് മെയ് മാസത്തിൽ 7 മാസത്തെ അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:30 ജൂൺ മാസത്തെ HSBC കോമ്പോസിറ്റ് PMI, മാനുഫാക്ചറിംഗ് സർവീസ് PMI ഫ്ലാഷ് ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും ഇന്നലെ വീണ്ടും നേട്ടത്തിലേക്ക് തിരിയുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചത്തെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ഹ്യൂജ് ബൈങ്ങിന് ശേഷം ഇന്നലെ 635.91 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് നടത്തുകയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,035.72 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയും ചെയ്തു. ഇന്ന് എക്സ് ഡിവിഡന്റ് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സമയത്തിന്റെ പരിമിതി മൂലം ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല, പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് F&O ബാനിലുള്ള സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യയാണ്. അതായത് ഇന്ന് സ്റ്റോക്കിന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് നേരിയ നേട്ടത്തോടുകൂടിയും ഡോക്ടർ റെഡ്ഡീസിന് 4.5%, HDFC ബാങ്ക് ADRന് നേരിയ നേട്ടവും ICICI ബാങ്ക് ADRന് 2%, ഇൻഫോസിസ് ADRന് 1.25%, നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ വിപ്രോ ADRന് 6.4% ഇടിവും നേരിടേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ നിക്ഷേപകർ യുഎസും ഇറാനും സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടത്തിയ സമാധാന ചർച്ചകളുടെ ഉറ്റുനോക്കിയതിനെ തുടർന്നും ടെക്നോളജി സ്റ്റോക്കുകളിലുണ്ടായ വീക്ക്നെസിന്റെ ഫലമായിട്ടും S&P 500ന് 0.37%, നാസ്ഡാക്കിന് 1.32% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ജർമ്മൻ മാർക്കറ്റ്
മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് 1% നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തി. ബ്രെന്റ് ക്രൂഡിന്റെ വില $78.01 ക്രൂഡ് ഓയിലിന്റെ വില $74.09 പെർ ബാരൽ നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ ഇടിവാണ് അനുഭവപ്പെടുന്നതും. $4101.02 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ നേരിയ തോതിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് PCRലും നേരിയ തോതിലുള്ള പുരോഗതി രേഖപ്പെടുത്തിക്കൊണ്ട് 0.77 എന്ന ലെവലിൽ നിന്നും 0.88 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലും മാർക്കറ്റിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് RSIയിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. 59.65 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA 50-day EMAനെ മറികടക്കുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ പ്രൊമോട്ടർ ശ്രീനിവാസൻ രവി ബ്ലോക്ക് ഡീൽ വഴി 2.01% ഓഹരികൾ അഥവാ 484 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് 925 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. JSW ഇൻഫ്രാസ്ട്രക്ചർ ജൂൺ 22-ന് അതായത് ഇന്നലെ മുതൽ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചു. 290 രൂപ 35 പൈസ പെർ ഷെയർ എന്ന നിലയിലാണ് ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതും. ഭാരത് ഇലക്ട്രോണിക്സ് മെയ് 25 മുതൽ ഇന്നലെ വരെ ഏകദേശം ഒരു മാസ കാലയളവ് കൊണ്ട് 1081 കോടി രൂപയുടെ കരാറുകൾ പലവിധ ഓർഡറുകളിൽ നിന്നായിട്ട് കമ്പനിക്ക് ലഭിച്ചു. അപ്പാർ ഇൻഡസ്ട്രീസ് ബേസ് ഓയിലുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ അപ്പാർ ഇൻഡസ്ട്രീസ് മിഡിൽ ഈസ്റ്റ് KSIക്ക് സൗദി അരാംകോ ബേസ് ഓയിൽ കമ്പനിയുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇൻഫോ എഡ്ജ് ഇന്ത്യ 2020 മുതൽ കമ്പനി 54 AI ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളിലായിട്ട് 1,003 കോടി രൂപ നിക്ഷേപം നടത്തുകയുണ്ടായി. ലെമൺ ട്രീ ഹോട്ടൽസ് നേപ്പാളിലെ ജനകപൂരിലുള്ള പുതിയൊരു ഹോട്ടലിനായിട്ട് കമ്പനി കരാറിൽ ഒപ്പുവെച്ചു. യാഷ് ഹൈ വോൾട്ടേജ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 151 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഹൊറിസോൺ റീക്ലെയിം ബൾക്ക് ഡീൽ വഴി ബന്ധൻ മ്യൂച്വൽ ഫണ്ട് 1.67 കോടി രൂപയ്ക്ക് അഥവാ 1.2 ലക്ഷം ഷെയറുകൾ ഏകദേശം 0.6% സ്റ്റേക്ക് 139 രൂപ 95 പൈസ പെർ ഷെയർ എന്ന നിലയിൽ സ്വന്തമാക്കി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.